ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതികളിൽ ഒന്നാണ് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. ഇത് ഒരു സാധാരണ റോഡ് അല്ല, ഡെവലപ്മെന്റ് കോറിഡോർ ആണ്. നഗരത്തിനുള്ളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ഭാവിയിലെ നഗരവികസനം പുറത്തേക്ക് വ്യാപിപ്പിക്കാനും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കാനും ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തതാണ്. പദ്ധതി നടപ്പായാൽ വലിയ ട്രക്കുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കാതെ നഗരത്തിനു പുറത്തുകൂടി യാത്ര ചെയ്യാൻ കഴിയും. ഇതോടെ നഗരത്തിലെ ട്രാഫിക് വലിയ തോതിൽ കുറയും. ഇപ്പോൾ പദ്ധതി പ്രഖ്യാപന ഘട്ടം കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും സർവേ ഉദ്യോഗസ്ഥർ സ്ഥലങ്ങൾ അളക്കൽ ആരംഭിച്ചു. ഉദ്യോഗസ്ഥർ വീടുകളിലും സ്ഥലങ്ങളിലും എത്തി സ്കെച്ച് തയ്യാറാക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിനെ സെക്ഷൻ 11 നോട്ടീസ് എന്ന് പറയുന്നു. ഈ നോട്ടീസ് കിട്ടുന്നവർ ഭയപ്പെടേണ്ടതില്ല. ഇത് ഭൂമി പോകും എന്ന് ഉറപ്പ് അല്ല, പക്ഷേ സർക്കാർ ആ സ്ഥലം പരിഗണിക്കുന്നുവെന്ന ഔദ്യോഗിക അറിയിപ്പാണ്. നോട്ടീസ് ലഭിച്ചാൽ അവഗണിക്കരുത്. ഉടൻ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ലാ ഓഫീസിൽ എത്തി ഉടമസ്ഥാവകാശ രേഖകൾ സമർപ്പിക്കണം. വൈകിയാൽ നഷ്ടപരിഹാരം വൈകാൻ സാധ്യത ഉണ്ട്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ മാർക്കറ്റ് വില അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം നൽകേണ്ടത് നിയമപ്രകാരം നിർബന്ധമാണ്. നിലവിലെ വിപണി വിലയ്ക്ക് പുറമെ 100% സൊല്യൂഷൻ 12% അധിക തുകയും നൽകും. കെട്ടിടം പൊളിക്കേണ്ടി വന്നാൽ കെട്ടിടത്തിന്റെ വേറെ വാലുവേഷൻ ഉണ്ടാകും. വീടിന്റെ നിർമ്മാണ ചെലവും കണക്കാക്കും. കിണർ, മരങ്ങൾ, കമ്പൗണ്ട്, മതിൽ, കൃഷി എല്ലാം പ്രത്യേകം വിലയിരുത്തി തുക നൽകും. ചില സാഹചര്യങ്ങളിൽ താമസം മാറ്റേണ്ട കുടുംബങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതി റോഡ് മാത്രമല്ല, റോഡിന്റെ ഇരുവശവും വലിയ വികസന മേഖലകൾ ഉണ്ടാകാൻ പോകുന്നു. ഇൻഡസ്ട്രിയൽ പാർക്ക്, ലോജിസ്റ്റിക്സ് ഹബ്, പാർക്ക്, വെയർഹൌസ് കേന്ദ്രങ്ങൾ, വലിയ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് ടൗൺഷിപ്പുകൾ എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ശക്തമാകുമ്പോൾ ചരക്കു ഗതാഗതം വർദ്ധിക്കും. അതിനാൽ ഈ റോഡിന്റെ പ്രാധാന്യം വളരെ ഉയരും. ഇതോടെ റോഡിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഭൂമി വില വേഗത്തിൽ ഉയരാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പ് ഉണ്ട്. റോഡിന് വളരെ അടുത്തുള്ള ഭൂമി വാങ്ങുന്നത് അപകടകരം. കാരണം ഏത് സമയത്തും നോട്ടിഫിക്കേഷൻ വന്നാൽ വീണ്ടും സർക്കാർ ഏറ്റെടുക്കാം. നോട്ടിഫിക്കേഷൻ വന്ന ഭൂമി വാങ്ങിയാൽ ബാങ്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട്, റീസേൽ ചെയ്യാനും കഴിയാതെ പോകാം. അതുകൊണ്ട് ഭൂമി വാങ്ങുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസിൽ നിന്നും അലൈൻമെന്റ് പരിശോധിക്കുക വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഭൂമി പോകുന്നവർ നഷ്ടമല്ല, പലർക്കും വലിയ ലാഭം കിട്ടാൻ സാധ്യത ഉണ്ട്. പണം ലഭിച്ചാൽ ആലോചിക്കാതെ ചെലവഴിക്കരുത്. സുരക്ഷിത നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. പാൻ, ആധാർ, ബാങ്ക്, KYC രേഖകൾ എല്ലാം ശരിയായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പണം തടയാം. ഈ
പദ്ധതി തിരുവനന്തപുരം നഗരത്തിന്റെ ഭാവി തന്നെ മാറ്റാൻ സാധ്യതയുള്ള പദ്ധതിയാണ്. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാൻ തയ്യാറാക്കിയ വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളെ ചിന്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു ഫിനാൻസ് ബോധവൽക്കരണ വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബും ഈ ചാരിറ്റിയുടെ ഭാഗം